ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്നലെ ഞാനിട്ടൊരു വീഡിയോയിൽ രാധാദേവിയെ നമുക്ക് കിട്ടാത്തത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ രാധാദേവി നമ്മളുടെ മനസ്സിൽ ഭഗവാനെ പോലെ നിരന്തരം നിറഞ്ഞു നിൽക്കാത്തത് എന്തുകൊണ്ട്, അത് വളരെ അപൂർവം, വളരെ കുറച്ചു പേർക്ക് ഭഗവാനെ കിട്ടുന്നത് പോലെ രാധാദേവിയെ എല്ലാവർക്കും കിട്ടുകയില്ല. ഭഗവാനെ കിട്ടുന്നത് വളരെ ശ്രമകരം. അപ്പോൾ രാധാദേവിയെ അതിലും ശ്രമകരമാണ് നമ്മുടെ മനസ്സിൽ സ്ഥിരമായി നിൽക്കുവാൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ഒരു ഭക്ത ചോദിച്ചിരുന്നു, നമ്മുടെ സത്സംഗത്തിലുള്ള ഒരു ഭക്ത ചോദിച്ചിരുന്നു, ദേവിയെ ആണ് ഏറ്റവും പ്രിയം, എങ്കിലും ഭഗവാനെ സ്നേഹിക്കുന്നതല്ല, ഭഗവാനെ മനസ്സിൽ കരുതുന്നത് ദേവിക്ക് ഇഷ്ടമാകുമോ എന്ന്, ദേവിക്ക് ഇഷ്ടക്കേടുണ്ടായാലോ എന്ന്. ഇത് നമ്മളുടെ എല്ലാവർക്കും, ഭക്തർക്ക് മിക്കവർക്കും തോന്നുന്ന ഒരു സംശയമാണ്. ഞാൻ ദേവിയെ ആരാധിച്ചാൽ ഭഗവാൻ എൻ്റെ മനസ്സിൽ നിന്ന് പടിയിറങ്ങി പോകുമോ, അല്ലെങ്കിൽ ഭഗവാനെ ആരാധിച്ചാൽ ദേവിക്ക് പിണക്കം വരുമോ എന്നിങ്ങനെയുള്ള സംശയം വരും. ഏത് ദേവിയുടെ രൂപമായിക്കൊള്ളട്ടെ, ഏത് ദേവീ സങ്കല്പമായിക്കൊള്ളട്ടെ, ഭദ്രയോ ദുർഗയോ സരസ്വതി ദേവിയോ ലക്ഷ്മിയോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഈ ദേവീ സങ്കല്പങ്ങളെല്ലാം സാക്ഷാൽ ശ്രീ രാധാദേവിയുടെ വ്യത്യസ്തമായ ഭാവങ്ങളാണ്. ഭഗവാന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന മായാശക്തി, ഭഗവാന്റെ തന്നെ ആ മായാ പ്രകൃതിയാണ് ദേവിയുടെ രൂപത്തിൽ ഭഗവാൻ പ്രപഞ്ച നിർമ്മാണത്തിന് ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ തൻ്റെ തന്നെ മായാസ്വരൂപത്തെ ഭഗവാനിൽ നിന്ന്, ഭഗവാന്റെ നിഴലാണെന്ന് പറയാം, ആ മായ സ്വരൂപത്തെ വേർപെടുത്തി പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ഉള്ള ദൗത്യം കൊടുക്കുന്നു. ആ ദേവിയാണ് ഈ പ്രപഞ്ചത്തെ, പഞ്ചതന്മാത്രകളടങ്ങുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് പ്രപഞ്ചം എന്ന പേര് തന്നെയുള്ളത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേവിയുടെ സ്വഭാവമാണ് നമ്മളെല്ലാവരും കാണിക്കുന്നത്. ദേവിയിലാണ് നാം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ മായാ പ്രകൃതി നമ്മെ മോഹിപ്പിക്കുന്നതും നമ്മെ ഇതിലിട്ട് വലയ്ക്കുന്നതും. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദേവി തന്നെ വിചാരിച്ചാലേ കഴിയൂ. ഇപ്പം ദേവി ഒരാളൊരു വല തീർത്ത് വെച്ചിരിക്കുകയാണ് ആരെയെങ്കിലും കുടുക്കുവാൻ. അതിൽ വന്ന ഒരാൾ കുടുങ്ങിപ്പോയി. അപ്പോൾ ആ വലയിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണമെങ്കിൽ ആ വല ചെയ്ത് വെച്ചിരിക്കുന്ന ആൾ തന്നെ വേണ്ടേ, ആ ട്രാപ്പ് ഒരുക്കി വെച്ചിരിക്കുന്ന ആൾ തന്നെ ശ്രമിച്ചാലല്ലേ, അത് മുറിച്ച് കളഞ്ഞാലല്ലേ അതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ദേവി തന്നെ വേണം നമുക്ക് ഈ മായയിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുവാൻ. മുക്തി ലഭിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഭഗവാനെ ഒന്ന് അറിയുവാൻ വേണ്ടി. നമ്മൾ ഓരോരുത്തരും ഭഗവാനെ അറിയുവാൻ, ഭഗവാനിലേക്ക് അടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ദേവിയിൽ നിന്ന്, അതായത് ദേവിയുടെ മായയിൽ നിന്ന് അല്പാൽപമായി ദേവി നമുക്കൊരു വിടുതൽ തന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിടുതൽ ആർക്കാണോ പൂർണ്ണമായി ലഭിക്കുന്നത് അവനാണ് മുക്തനാവുന്നത്. അതാർക്കും ക്ഷിപ്രസാധ്യമല്ല. യോഗീശ്വരന്മാർ എത്രയോ നൂറ്റാണ്ടുകൾ ഇരുന്ന് തപസ് അനുഷ്ഠിച്ചാൽ പോലും അവർക്കും മായയുടെ പ്രകൃതിയിൽ അത് വന്ന് വീണുപോകും. അതുകൊണ്ടാണ് ദുർവാസാവ് മഹർഷിയൊക്കെ അനേക കാലം തപം ചെയ്ത് ഏകാഗ്രമായ മനസ്സോടുകൂടി നിശ്ചല തത്വത്തെ അറിഞ്ഞ് കഴിഞ്ഞിട്ടും അപ്സരസുകളാൽ മോഹിക്കപ്പെട്ടിട്ട് തൻ്റെ തപശ്ചര്യയിൽ നിന്നും താഴേക്ക് പോയത്. അതാണ് ഈ ഭ്രമാത്മകമായ പ്രകൃതി. അപ്പോൾ ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ദേവിയുടെ പിടിയിലാണ്. ദേവി ആരുടെ പിടിയിലാണ്? ഭഗവാന്റെ പിടിയിൽ. അപ്പോൾ ഭഗവാനോ ഇവിടെ ആകെ നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ജീവശ്വാസമായി, ജീവനായി, നമ്മുടെ ജീവിതമായി നിലനിൽക്കുന്നത് ഭഗവാനാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഈ ഭഗവാനെ വിളിക്കുന്നത് കൊണ്ട് ദേവിക്കോ, ദേവിയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഭഗവാനോ യാതൊരു കുഴപ്പവും വരികയില്ല, യാതൊരു വിഷമവും വരികയില്ല. കൂടാതെ ഇവർ രണ്ടുപേരെയും വിളിക്കുമ്പോൾ അവർ രണ്ടുപേരും വളരെ സ്നേഹത്തോടുകൂടി ഒരു നാണയത്തിന്റെ ഇരുപുറവും പോലെ ഒന്നിച്ചിരിക്കുന്നവരാണ്. ഭഗവാന്റെ മാറിടത്തിലാണ് ലക്ഷ്മി ദേവിയുടെ സ്ഥാനം. രാധാദേവി ഭഗവാന്റെ ഉള്ളിലെ സന്തോഷമാണ്. അപ്പോൾ രാധ ഇല്ലെങ്കിൽ ഭഗവാന് വല്ല സന്തോഷവുമുണ്ടോ? മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു മയിലിരുന്ന് കരയുന്ന കാര്യം.
മയിൽ എപ്പോഴാണോ രാധാദേവിയുടെ നാമം ഉച്ചരിച്ചത് അപ്പോഴാണ് മയിലിൽ ഇത്രയും നാളും ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചത് ഭഗവാൻ ശ്രദ്ധിച്ചത് തന്നെ. അപ്പോൾ എവിടെയാണോ ദേവിയെ ആരാധിക്കുന്നത് അവിടെ ഭഗവാൻ ഓടിയെത്തും. എവിടെയാണോ ഭഗവാൻ ഇരിക്കുന്നത് അവിടെ ദേവി സ്ഥിരമായി ഇരിക്കുകയുള്ളൂ. നാരായണീയത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഭഗവാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് ദേവി സ്ഥിരമായിട്ടിരിക്കുന്നത്. ദേവിയെ തന്നെ വിളിക്കാൻ ശ്രമിച്ചാൽ ദേവിയെ വിളിക്കുന്നവരുടെ മുന്നിൽ കുറച്ച് നാൾ വന്ന് നമുക്കൊരു അനുഗ്രഹം ചുരിഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് പോകും. അവിടെ ഭഗവാൻ ഇല്ലെങ്കിൽ ദേവി എപ്പോഴും ഭഗവാന്റെ സവിധത്തിൽ ഭഗവാന്റെ പത്മപാദങ്ങളിൽ കുടികൊള്ളുവാൻ, ആ പാദസേവ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവളാണ് ദേവി. അപ്പോൾ ദേവിയെയും ഭഗവാനെയും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ഉള്ളിൽ ദേവി നിറഞ്ഞു വിളയാടും. ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും കൊടുക്കും. അതുകൊണ്ടാണ് ഹരിവാസര സമയത്തിനൊക്കെ വളരെ പ്രാധാന്യം. നമ്മുടെ ഏകാദശി വ്രതങ്ങളിൽ ആ സമയത്ത്, ഹരിവാസര സമയത്ത് ഭഗവാനും ലക്ഷ്മി ദേവിയും ഗരുഡസമേതനായി ഭൂമിയിലേക്ക് ഒരേപോലെ വന്ന് തന്റെ ഭക്തർക്ക് പ്രിയം ചൊരിയാൻ തുടങ്ങുന്ന സമയമാണത്, ഹരിവാസര സമയം എന്ന് പറയുന്നത്. അപ്പോൾ ദേവിയെ വിളിച്ചത് കൊണ്ട് ഭഗവാനെ വിളിച്ചത് കൊണ്ട് ദേവിക്കോ ഒരു വിരോധവും ഉണ്ടാകില്ല. പരസ്പരം കൂടുതൽ സന്തോഷിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നെ അറിയുന്നു, എൻ്റെ മായാപ്രകൃതിയെയും അറിയുന്നു. ഇതാണ് യഥാർത്ഥ ഭക്തൻ അല്ല ഭക്ത എന്ന് ഭഗവാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ശരീരമില്ലെങ്കിൽ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുമോ? എല്ലാവരും പറയും ഈ ജന്മം മാത്രമേ ഉള്ളല്ലോ യഥാർത്ഥത്തിലുള്ളത്, മറ്റ് ജന്മങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഈ ജന്മം എങ്ങനെയാണ് നാം അനുഭവിക്കുന്നത്? ഈ ജന്മം എങ്ങനെയാണ് നാം അനുഭവിക്കുന്നത്? ഈ ശരീരമുള്ളത് കൊണ്ടെന്ന് നമ്മൾ ഉടനെ പറയും. ഈ ശരീരം ഉള്ളത് കൊണ്ടല്ലേ ശരീരത്തെ സ്നേഹിക്കാനും ശരീരം കൊണ്ട് എല്ലാവരുമായിട്ട് സമ്പർക്കപ്പെടുവാനും ജോലി ചെയ്യുവാനും എല്ലാം കഴിയുന്നത് എന്ന് നമ്മൾ കരുതും. അപ്പോൾ ശരീരത്തിൽ പരമപുരുഷനായ ആത്മാവില്ലെങ്കിൽ ആ ശരീരത്തെ ആരെങ്കിലും സ്നേഹിക്കുമോ? ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരായിരിക്കും. പക്ഷെ മരിച്ചു കഴിഞ്ഞാലോ ആ ഡെഡ് ബോഡി എടുത്ത് വെച്ചുകൊണ്ട് കാലാന്തരത്തിൽ അത് കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവോ? ഇല്ല. ഒരു സമയം കഴിയുമ്പോൾ അതിനെയും അഗ്നിക്ക് കൊടുക്കാൻ വിടും. അപ്പോൾ ശരീരമാണോ അവിടെ പ്രധാനം? ആണോ? ആ ശരീരത്തിൽ ഇരിക്കുന്ന ആ ഞാൻ എന്ന് പറയുന്ന പ്രധാന പുരുഷൻ, ഉത്തമ പുരുഷനായ ഫസ്റ്റ് പേഴ്സൺ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയും ഫസ്റ്റ് പേഴ്സൺ. അത് മലയാളത്തിൽ പറഞ്ഞാൽ ഉത്തമ പുരുഷൻ. ഉത്തമനായ പുരുഷനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. സ്ത്രീയുടെ ഉള്ളിലായാലും പുരുഷന്റെ ഉള്ളിലായാലും ഉത്തമ പുരുഷനാണ് ഇരിക്കുന്നത്. ആ ഉത്തമോത്തമനായ പുരുഷൻ ആരാണെന്ന് കണ്ടെത്തുകയാണ് ആധ്യാത്മികതയുടെ അവസാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരമാണ് എന്ത്? ഈ പ്രകൃതിയാൽ നിർമ്മിതമായ, ദേവിയാൽ നിർമ്മിതമായ ഒരു ചിരാത്. ഇതിനുള്ളിൽ തെളിയണം. ഒരു മൺചിരാത് എവിടെങ്കിലും വെച്ചിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? അതെടുത്ത് നമ്മൾ മാറ്റി വയ്ക്കും. പക്ഷെ അതിലൊരു ദീപം തെളിയിച്ചു കഴിഞ്ഞാലോ അതിനെ ശ്രദ്ധിക്കും. ആ ദീപത്തെ നമ്മൾ ഒരു അകലം പാലിച്ച് ബഹുമാനത്തോടെ പോകും. അതിൻ്റെ മുകളിലൂടെ കാലൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ സഞ്ചരിക്കുമോ? അല്ലെ അതിൻ്റെ അടുക്ക വന്നാൽ വിശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുക്കലേക്ക് വരുമോ? നമ്മൾ വളരെ ബഹുമാനത്തോടെയല്ലേ ആ ചിരാതം, ദീപം തെളിഞ്ഞു നിൽക്കുന്ന ചിരാതിനെ കാണുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ദീപം നഷ്ടപ്പെട്ട ശരീരമാണ് ഡെഡ് ബോഡി. ദീപം തെളിഞ്ഞു നിൽക്കുന്ന, അതായത് ആ ഉത്തമ പുരുഷനായ ഭഗവാൻ നിറദീപമായി നിറസാന്നിധ്യമായി നിൽക്കുന്ന ശരീരമാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ജീവനായിട്ട് അനുഭവിക്കുന്നത്, ജീവിതമായിട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിതം അനുഭവിക്കുന്നു, ഈ കാലഘട്ടം, ഈ ഒരു ജന്മം അനുഭവിക്കുന്നു എന്ന് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ തന്നെ അതിനുള്ളിൽ ആര് വേണം? അനുഭവിപ്പിക്കാൻ ഒരാൾ വേണം. അതാണ് ആ ദീപ ചൈതന്യം എന്ന് ഞാൻ പറഞ്ഞ സാക്ഷാൽ പരമപുരുഷൻ. ഇത് രണ്ടും ഒന്നിനൊന്ന് ചേർന്നിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഏതിനെ ഏതായിട്ടാണ് എടുത്ത് കളയേണ്ടത്? ആർക്കാരെയാണ് ദേഷ്യം ഉണ്ടാകുന്നത്? ആലോചിച്ച് നോക്കൂ. ഈ ഞാൻ ആരാണ്, എന്നിലിരിക്കുന്ന ഈ ദീപ ചൈതന്യം എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു യാത്രയാണ് ആധ്യാത്മികതയുടെ ആ സാധന എന്ന് ഞാൻ പറഞ്ഞു. ഇത് തന്നെയാണ് ഓരോ മഹർഷീശ്വരന്മാരുടെയും ഓരോ ജ്ഞാനികളുടെയും മുന്നിൽ, യോഗികളുടെയും മുന്നിൽ ചെല്ലുമ്പോൾ, രമണ മഹർഷി തന്നെ ഉദാഹരണം ഞാൻ ഇന്നലെയും പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെല്ലുന്നവരോട്
നാം എന്ത് ചോദിച്ചാൽ ഈ ചോദിക്കുന്ന ആൾ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കുന്ന ആൾ പറയും, ഞാനാണ് ചോദിച്ചത് സ്വാമിയോട്. അപ്പോൾ ഞാൻ ആരാണ് ഇത് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആൾക്കൊന്നുമില്ല മറുപടി. ഞാൻ ആരാണോ? ഞാനല്ലേ, ഇനി എൻ്റെ പേര് ഇതല്ലേ, പിന്നെന്താ ഈ സ്വാമി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അപ്പോൾ സ്വാമിക്ക് ആളുടെ പേരറിയാം, ആ രൂപം അറിയാം, സ്ത്രീയാണോ പുരുഷനാണോ, ഏത് നാട്ടിൽ നിന്ന് വന്നാന്നൊക്കെ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ സ്വാമി പിന്നെയും ചോദിക്കും, നീ ആരാണെന്ന്. അപ്പോൾ ചോദിക്കുന്നവൻ എവിടെയോ അതറിയേണ്ടവനാണെങ്കിൽ, അത് കണ്ടെത്തേണ്ട യോഗമുള്ളവനാണെങ്കിൽ ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരു നിശബ്ദതയാണ് അതിനൊരു മറുപടി, ഒരു മൗനമാണ് ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം. സ്വാമി എന്തുകൊണ്ടാണ്, സ്വാമി അത് അനുഭവിച്ച ആളാണ്, എന്തുകൊണ്ടാണ് പറയാത്തത്? ഇന്നാരാണെന്ന് പറഞ്ഞു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ വിജ്ഞാനത്തിന്റെ വിസ്ഫോടകാത്മകമായ ഈ കാലഘട്ടത്തിൽ ഞാൻ ആരാണെന്നും എന്നിലിരിക്കുന്ന ആ ശക്തി എന്താണെന്നും ഒക്കെ വളരെ ഈസിയായിട്ട് പറഞ്ഞു തരാൻ, ലളിതമായി പറഞ്ഞു തരാൻ കഴിയും. ഞാനിപ്പം നിങ്ങളോട് വളരെ ലളിതമായിട്ടാണ് ആധ്യാത്മിക ജ്ഞാനം, ആ വേദാന്ത തത്വം എനിക്കറിയാവുന്നത് പറഞ്ഞു തരുന്നത്. പക്ഷേ ഇതുപോലെ ഈ കാലഘട്ടത്തിൽ, ഈ വിജ്ഞാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അത് അറിയാൻ കഴിയും. അതിലേക്ക് വരണം, അതറിയണം എന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാൻ കഴിയും. പക്ഷെ ഇതിനു മുമ്പ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതിനു മുമ്പുള്ള യുഗങ്ങളിൽ അതൊരു തപശ്ചര്യയായിട്ട് ആചരിക്കുകയായിരുന്നു. അതിനുവേണ്ടി ഇറങ്ങി അങ്ങ് തിരിക്കുകയാണ്. ഞാൻ എന്താണ്, പ്രപഞ്ചം എന്താണ്, അതിനുപരിയുള്ള ലോകം എന്താണ്, ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണ് എന്നൊക്കെയുള്ള ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരായിരുന്നു അന്ന്. അവനവന്റെ കർമ്മങ്ങൾ ഉപേക്ഷിച്ച്, അല്ലെ കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ ആധ്യാത്മികതയിലേക്ക് തന്നെ ഇറങ്ങിത്തിരിക്കുന്നവർ. അവർക്ക് അതിനുള്ള ഉത്തരം മാത്രമല്ല കിട്ടുന്നത്, അത് അനുഭവിക്കുവാനും പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരും അദ്ദേഹത്തിൽ നിന്ന് തൻ്റെ പ്രിയ ശിഷ്യനായ സ്വാമി വിവേകാനന്ദൻ സ്വാമിയും, അതുപോലെ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രമണ മഹർഷിയും ഒക്കെയും അത് അനുഭവിച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞു തന്നത്. എന്താണ് നമ്മളിലിരിക്കുന്ന ഞാൻ എന്ന ആ അനന്ത ശക്തിയെക്കുറിച്ച് അവർ അറിഞ്ഞതിന് ശേഷമാണ്, അനുഭവിച്ചതിന് ശേഷമാണ് നമ്മളോടത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് നീ ആരാണെന്ന് നീ സ്വയം കണ്ടുപിടിക്കൂ എന്നവർ അതിനൊരു പെട്ടെന്ന് ലളിതമായ ഒരു ആൻസർ പറഞ്ഞ് അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കാൻ. അവർ പറയുന്നില്ല. എന്താണ് പറയാത്തത്? പറഞ്ഞു കൊടുത്താൽ അത് പെട്ടെന്ന് അങ്ങ് ഗ്രഹിക്കാൻ, ക്യാച്ച് ചെയ്യാൻ കഴിയും, അത് അറിയാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക്. പക്ഷെ അത് അനുഭവിക്കണ്ടേ, അത് അനുഭവയോഗ്യമാകണ്ടേ? ഞാൻ ആരാണ് എന്ന് പറഞ്ഞാൽ അത് നിന്നിരിക്കുന്ന എനർജി, നിന്നെ ജീവനോടെ നിലനിർത്തുന്ന നിന്റെ ജീവിതം, ലൈഫ്, അതാണ് നീ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ അത് എന്താണെന്ന് കണ്ടെത്താൻ ഇങ്ങനെ കാലാന്തരങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതാണ് അന്നത്തെ വിജ്ഞാനത്തിന്റെ ആ സ്ലോ, ആ പതുക്കെയുള്ള അവസ്ഥയും ഇന്നത്തെ ഒരു വിസ്ഫോടനാത്മകമായിട്ടുള്ള ആ അവസ്ഥയും അതാണ്. ആ ഒരു വിജ്ഞാനത്തിന്റെ അനന്ത സാധ്യതകളാണ് ഇപ്പോഴുള്ളത്. വളരെ ഒരു സ്ഫോടകാത്മകമായിട്ടുള്ള ഒരു അറിവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതെന്താണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ആ പഴയ കാലത്തെ അതേ പാരമ്പര്യം പുലർത്തിക്കൊണ്ടിരുന്ന ആ വേദാന്ത തത്വങ്ങൾ മനസ്സിലാക്കി അതിൽ തന്നെ ലയിച്ചിരിക്കുന്ന ആധ്യാത്മിക ആചാര്യന്മാർ നമ്മളോടത് അനുഭവിച്ചറിയൂ, സ്വയം അനുഭവിച്ച് കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. രമണ മഹർഷിയുടെ ഏറ്റവും ഫോളോവേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട നൊച്ചൂർ സ്വാമിജി, എല്ലാവർക്കും അറിയാവുന്ന ആധ്യാത്മിക ആചാര്യൻ, വേദാന്തി, അദ്ദേഹം ഈയിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അരുണാചലമാണ് നീ എന്ന്. നീ ആരാണെന്ന് ചോദിച്ചാൽ മഹർഷി ആദ്യം പറയും അരുണാചലമാണ് നീ എന്ന്. അരുണാചലത്തിലാണ് മഹർഷി തപസ്സിരുന്ന് ആ മഹർഷിയുടെ മനസ്സ് നിശ്ചലമായി എന്താണോ ഞാൻ എന്നുള്ള തത്വം മനസ്സിലാക്കിയത് അരുണാചലത്തിൽ വെച്ചാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്നവർ അരുണാചലമാണ് എന്നിലിരിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാവും? എവിടെ നിന്നാണോ ഞാൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥലം, രമണ മഹർഷി തിരിച്ചറിഞ്ഞ സ്ഥലം അതാണെങ്കിൽ അതാണ് അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മോട് ചോദിച്ചാൽ നാം എന്താണ് പറയേണ്ടത്? അരുണാചലത്തിലും ഭഗവാൻ ഇരിക്കുന്നു, പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ഉള്ളിലിരിക്കുന്നു. അപ്പോൾ
എവിടെ നിന്നാണോ ഞാൻ എന്ന തത്വം തിരിച്ചറിഞ്ഞത്, മനസ്സെവിടെയാണോ ശാന്തമായി നിശ്ചലമായി നിതാന്തമായ ആ ഒരു തേജസ്സിലേക്ക് ചേർന്ന് ലയിക്കുന്ന ആ ഒരു സ്ഥലം എവിടെയാണോ അതാണ്, ആ ഒരു സ്ഥലമല്ല, അതാണ് ഭഗവാൻ, നമ്മളിരിക്കുന്ന ഞാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളിത് അറിയുക. ഇപ്പോഴുള്ള ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് അറിഞ്ഞു. ആദ്യം എന്താണെന്ന് നമ്മളിത് മനസ്സിലാക്കിയിട്ട് ഇനിയും ഇതിന്റെ പിന്നാലെ അനുഭവിക്കുവാൻ വേണ്ടി നമ്മൾ യാത്ര തുടരുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ വേദാന്തികൾ ആദ്യം ഇത് കണ്ടെത്തി അനുഭവിച്ചതിന് ശേഷമാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത്. ആ അനുഭവമാണ് മറ്റുള്ളവരെ കൊണ്ട് അനുഭവിപ്പിക്കാൻ ശ്രമിച്ചതും കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദ സ്വാമി ചോദിക്കുന്നു, ഈശ്വരനുണ്ടോ? അപ്പൊ പറയാം, ഉണ്ട് കുഞ്ഞേ, ഉണ്ട്. നിന്നെ കാണുന്നത് പോലെ ഞാൻ കാണുന്നു, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറയാൻ ഉള്ള ആർജവം, ആ ഒരു സ്ഫുടത ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് മാത്രം എങ്ങനെയുണ്ടായി? അദ്ദേഹം അത് അനുഭവിച്ചത് കൊണ്ടാണ് അത്ര ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞത്. മറ്റുള്ളവരോട് ഈശ്വരനുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചതാന്ന് പറഞ്ഞാൽ എന്തു പറയും? എല്ലാവരും പറയും ഈശ്വരനുണ്ട്, പ്രകൃതിയെല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണ്, എല്ലാവരിലും നിറഞ്ഞു ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇത്രയും വ്യക്തമായിട്ട് നിനക്കും അത് ഞാൻ കാണിച്ചു തരാം, നിന്നെ കാണുന്നത് പോലെ ഞാൻ ഈശ്വരനെ കാണുന്നു, നിനക്കും ഞാനത് കാണിച്ചു തരാം, അനുഭവപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ആ അനന്തമായ ശക്തിവിശേഷത്തെ അനുഭവിപ്പിക്കുവാൻ വിവേകാനന്ദ സ്വാമിയെ യോഗ്യനാക്കിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പൂർണ്ണമായ ധ്യാനത്തിലൂടെ, ആ മെഡിറ്റേഷനിലൂടെ ഭഗവത് ചൈതന്യത്തെ അനുഭവിക്കുവാൻ യോഗ്യനാക്കി എടുത്തതിന് ശേഷമാണ് ആ അനുഭവജ്ഞാനം കിട്ടിയത്. അപ്പോൾ അങ്ങനെ ആ നമ്മൾ അറിഞ്ഞ കാര്യത്തെ വീണ്ടും അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ഞാൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണ്? നമ്മളിരിക്കുന്ന ഞാൻ എന്ന് എല്ലാവരെയും കുറിച്ച് പറയുന്നു. ആ ഞാൻ തന്നെയാണ് നമ്മളിരിക്കുന്ന ജീവൻ, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന ജീവിതം. ഈ ഞാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതമില്ല, മരണമല്ലേ ഉള്ളൂ. അപ്പോൾ ആ മരണത്തിന് മുമ്പുള്ള നമ്മൾ ഓരോരുത്തരും നമ്മെ പറയുന്ന പേരാണ് ഞാൻ എന്നെ പറയുന്നത് ഞാനാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരെയും പറയുന്നത് ഞാനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ പേരല്ലേ ഉള്ളൂ, ഒരേ പേരേ ഉള്ളൂ, ഞാൻ. എല്ലാവരും എന്നെ പറയുന്നത് ഞാൻ എന്നാണ്. നമുക്ക് എങ്ങനെ വ്യത്യസ്തമായ പേരുകൾ വന്നേ? ഇപ്പൊ എന്റെ പേരാണോ മറ്റൊരാളുടെ പേര്? അല്ല. ആ പേരിന് വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണ്? ശരീരത്തിനുള്ള വ്യത്യാസം കൊണ്ട്, ലിംഗവ്യത്യാസങ്ങൾ കൊണ്ട്. അതുകൊണ്ടാണ് പേരുകൾക്കെല്ലാം വ്യത്യാസം. ഞാനത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഒരു ബോട്ടിലിനകത്ത് ഒരു സാധനം ഓയിൽ ഒഴിച്ചു വെച്ചാൽ അതിന്റെ പുറത്ത് ഓയിൽ, പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, അല്ലെങ്കിൽ വേറെ പാലാണെങ്കിൽ പാല്, അതിനൊക്കെ പ്രത്യേകം പേരുകൾ. അല്ലെങ്കിൽ നമ്മൾ ഹോമിയോ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഒരു മേശപ്പുറത്ത് നിരന്ന് കുറെ ബോട്ടിൽസ് ഇരിക്കുന്ന കാണാം. അതെല്ലാം അതിന്റെയൊക്കെ പുറത്ത് ഒരേപോലത്തെ ബോട്ടിലുകളാണെങ്കിലും പേരുകളൊക്കെ ഉണ്ടാവും. ആ പേരുകൾ നോക്കിയാണ് അത് ആരാണെന്ന് എന്ത് മരുന്നാണെന്ന് കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ശരീരത്തെ തിരിച്ചറിയാനുള്ള പേരുകളും സ്ഥലനാമങ്ങളിൽ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ ആ സ്ഥലത്തുള്ള ഇന്ന പേരിലുള്ള ഇന്ന വ്യക്തി എന്നറിയാനുള്ള ഒരു ഐഡന്റിറ്റി, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഐഡന്റിറ്റി മാത്രമാണ് ഈ പേര്. ആ പേരിലൂടെ നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. പക്ഷെങ്കിലോ ഈ പേര് പൊളിച്ചങ്ങോട്ട് കഴിഞ്ഞു, ഈ ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ പേരില്ലല്ലോ, ഡെഡ് ബോഡി എന്നല്ലേ. അപ്പോഴും എല്ലാവർക്കും ഒരേ പേര് തന്നെ. അതങ്ങോട്ട് പോയി കഴിയുമ്പോൾ, നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എങ്ങോട്ടാണ്? ഈ ഞാൻ ഓരോരുത്തരിൽ നിന്ന് ഇരിക്കുന്ന ഞാനൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അത്രയേ ഉള്ളൂ വേദാന്തം, ആത്മജ്ഞാനം അത്രയേ ഉള്ളൂ. ഇത്രയും വളരെ സിമ്പിളാണ്. ഈ സിമ്പിൾ, വളരെ ലളിതമായ ഈ കാര്യമാണ് ഗഹനമായ രീതിയിൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞും പറയാതെയൊക്കെ വെച്ച് പോയത്. ഇപ്പൊ ചോദിച്ചാലും വേദാന്തികളോട് ചോദിച്ചാലും ഇങ്ങനെ ലളിതമായി അവർ പറഞ്ഞു തരില്ല. സ്വയം കണ്ടെത്തൂ എന്ന് പറയും. സ്വയം കണ്ടെത്താൻ പോകുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഞാൻ ആരാണെന്ന് അറിഞ്ഞ് ജന്മമെല്ലാം കളയാൻ പോവല്ലേ, എനിക്കിവിടെ വേറെ 100 കൂട്ടം ജോലി കിടക്കുന്നു. അപ്പോഴതിന് ഞാൻ ആരാണെന്ന് തിരിച്ചറിയും. ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്കിവിടെ ജീവിച്ചാൽ മതി എന്നുള്ള ചിന്തയിൽ പലരും പിന്തിരിഞ്ഞു പോകും. പക്ഷേ നമ്മൾക്കിത് അറിയണമെന്നുള്ള ആഗ്രഹമുള്ളവരോട് ഇങ്ങനെ ലളിതമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സതിന് പിന്നാലെ ഒരു യാത്ര ആരംഭിക്കും.
ആ യാത്ര എവിടെയെങ്കിലുമൊക്കെ എത്തും. ആ എത്തുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ധാരാളം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊരു ആത്മജ്ഞാനത്തിനുള്ള സമയമായി. കലിയുഗമല്ലേ, ആത്മജ്ഞാനമില്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുമോ? കലിയുടെ അപാരമായ പിടിയിൽപ്പെട്ട് മോഹവലയങ്ങളിൽപ്പെട്ട് നമ്മളിവിടെ ഒന്നുമല്ലാതായി നിരന്തരം പിച്ചുകീറിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെ ഭഗവാനെ അറിയുവാൻ ഭഗവാൻ ഓരോരുത്തരെ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. ഭഗവാന്റെ അടുത്തൊരു അവതാരം തന്നെയാണ് എന്ന് ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ പറയാറുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഭഗവാന്റെ 11ാമത്തെ അവതാരമാണെന്ന്. കാരണം ഓരോ വ്യക്തികളും അവരെവിടെയാണോ ഇരിക്കുന്നത് അവരുടെ കയ്യിൽ ആണ് ജ്ഞാനം കിട്ടുന്നത്. ഇത് ഭഗവാന്റെ ഒരു അവതാരം തന്നെയല്ലേ. ഭഗവാൻ ഓരോ വ്യക്തികളെയും ഇത് ജനങ്ങളിലേക്ക്, ഇത് അറിയാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതല്ലേ ഈ ടെക്നോളജി. എല്ലാ ടെക്നോളജിയും ഭഗവാൻ സൃഷ്ടിച്ചതാണ്. എല്ലാം നമ്മുടെ ബ്രെയിനകത്തിലെ കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിൽ മനുഷ്യൻ പിന്നീട് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിനെ കുറിച്ചും ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചറിനെ കുറിച്ചും ഒക്കെ പഠിച്ചു നോക്കിയാൽ നമുക്ക് ഇന്നത്തെ മനുഷ്യൻ അതിന്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല ഭഗവാന്റെ ടെക്നോളജിയുടെ. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഉപജ്ഞാതാവായ, എല്ലാറ്റിനും അതിൻ്റെതായ നിലനിൽപ്പും ജീവിതവും ജീവനും എല്ലാം കൊടുത്തു വെച്ചിരിക്കുന്ന ഭഗവാന്റെ അറിവ് എവിടെ ഇരിക്കുന്നു? അതിൽ ഭഗവാൻ ഇല്ലെന്നും പറഞ്ഞ് നെഗളിക്കുന്ന മനുഷ്യന്റെ അറിവ് എവിടെ ഇരിക്കുന്നു? ഭഗവാൻ ഇല്ലെന്ന് പറയുവാനും ഭഗവാനെ തിരസ്കരിക്കുവാനും ജീവനുള്ളവർക്കല്ലേ പറ്റൂ, മരിച്ചവർക്ക് പറ്റുമോ? അപ്പോൾ ആ ജീവനുള്ളവരാണ് ഇത് പറയുന്നതെങ്കിൽ അവരും അവിടെ ഉണ്ട്, ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ട് അല്ലേ? ആ വ്യക്തിയിലും ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത്. ഇതൊക്കെ നിഷേധിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ എതിർക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ശുദ്ധ പോഷ്കാണെന്ന് പറയുന്നത്, വേറെ പണിയില്ലാത്തവരാണ് ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുന്നതും അത് ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന അവർ ജീവനോടിരിക്കുന്നത് കൊണ്ടാണ്. ഈ പറയുന്നവർ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലതും ചിന്തിക്കുവോ? ഇല്ലല്ലോ. അവർ മരിക്കുക എന്ന് വെച്ചാൽ അവരിൽ നിന്ന് ഈശ്വരൻ നഷ്ടപ്പെടുക, അവരിലിരിക്കുന്ന ആ ദീപം അണഞ്ഞു പോകുക എന്നാണ്. ആ ശക്തി, ആ എനർജി നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. ആ എനർജിയാണ് ഓരോരുത്തരെയും കൊണ്ടും ഇത് സംസാരിപ്പിക്കുകയും ചിന്തിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും, ഈ നിഷേധിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും അത് സാധ്യമായവരും എല്ലാം ഒരേ റൂട്ടിൽ തന്നെ വരും. അതുകൊണ്ടാണ് ഇത് നിഷേധിക്കുന്നവർക്ക് ഭയം. അവരും ഈ വഴി വന്നാൽ ഭൗതിക സുഖങ്ങളിൽ നിന്ന് അവർ വേർപെട്ടു പോകുമോ എന്ന ഭയം. ഈ ഭൗതികതയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ആർഭാട ജീവിതം ഉപേക്ഷിച്ച് ഞാൻ ഒരു നിസ്സംഗിയായി പോകുമോ, ഇതൊക്കെ ഞാൻ എങ്ങനെ അനുഭവിക്കും എന്നുള്ള ഭയം കൊണ്ടാണ് അവരാരും അതിലേക്ക് വരാത്തത്. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ തത്വങ്ങൾ. പലർക്കും ഭയമാണ് വരാൻ. എന്തുകൊണ്ടാണ് ഭയം? തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതൊക്കെ നിഷ്ഫലമായി അല്ല നിഷ്പ്രഭമായി പോയി പോകുമോ എന്ന ഭയം. പക്ഷേ ആ കിട്ടിയിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ആര് വേണം? ഭഗവാൻ കൂടെ വേണം. ഭഗവാൻ അതിൽ ജീവനായിട്ട് നിലനിന്നാലേ ഇത് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം മനസ്സും അടങ്ങും. എല്ലാം ക്രമേണ തിര അടങ്ങിയ കടൽ പോലെ ശാന്തമാകും. ആ ശാന്തതയിലേക്ക് വരുമ്പോഴാണ് മനസ്സൊരിടത്തേക്ക് നിശ്ചലമായി വരികയും മറ്റുള്ളവയിലേക്കും നമുക്ക് വലിയ ആകർഷണമൊന്നും തോന്നുകയില്ല. എല്ലാറ്റിൻ്റെയും ഇത് ഇത്രയാണ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടർ. എല്ലാത്തിൻ്റെയും അസലായിട്ടുള്ള ക്യാരക്ടർ നമുക്ക് മനസ്സിലാകും. വ്യക്തികളുടെ മാത്രമല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം വസ്തുക്കൾ, എന്തെല്ലാം സ്ഥാനങ്ങൾ, എന്തെല്ലാം ജീവിതത്തിന് വേണ്ടുന്ന ആർഭാടങ്ങൾ, എന്തെല്ലാത്തിനെയും നമ്മൾ അനുഭവിക്കുന്നു അല്ലെ ആഗ്രഹിക്കുന്നു, അതിനൊക്കെ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ എല്ലാറ്റിൻ്റെയും പരിധി ഇത്രയേ ഉള്ളൂ എന്ന വ്യക്തമായ ധാരണ നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ പിന്നെ ഓരോന്നിനും ഇത്രയേ ഉള്ളൂ പരിധി എന്ന് മനസ്സിലാക്കിയാൽ അപരിമേയമായ സ്ഥാനത്തിനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലയോ പരിമിതിയിലേക്ക് ഒതുങ്ങാൻ നമ്മൾ ആഗ്രഹിക്കും. പരിമിതി ഉള്ളതിനെയൊക്കെ നമ്മൾ സ്വന്തമാക്കുമോ? ആലോചിച്ച് നോക്കൂ. പരിമിതിയില്ലാത്ത കാര്യങ്ങളിലേക്കായിരിക്കും നമ്മുടെ മനസ്സപ്പോൾ പോകുന്നത്. അങ്ങനെയാണ് ഒരിടത്ത് വന്ന് മനസ്സ് നിശ്ചലമാകുന്നതും
ആ നിശ്ചല തത്വത്തെ ഗ്രഹിക്കുവാൻ വേണ്ടി മനസ്സിനെ നാം പ്രാപ്തമാക്കുന്നതും. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും വേദാന്തം. ഭഗവാനെ അറിയുവാനുള്ള ആ ആധ്യാത്മികമായ വഴികളാണ് ഈ പറയുന്നത്. ഇത് കേൾക്കുന്നവർ ഇത് മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ സ്ഥിരമായ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇതിലേക്ക് തന്നെ വരിക, ഉറച്ചു നിൽക്കുക, ഭഗവാനെ സ്വന്തമാക്കുക. അപ്പോഴെല്ലാവർക്കും ഭഗവാനെ സ്വന്തമാക്കുവാനും ഭഗവാന്റെ ജ്ഞാനം പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അത് പിന്നീട് വളർന്ന് ഭഗവാനെ അനുഭവിക്കുവാനും ഒരു അവസരവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.